നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശാ വർക്കർമാർക്ക് ആശ്വാസമേകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പൊതുജന സഹകരണത്തോടെ കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ തന്റെ സംഭാവനയെന്നും മന്ത്രി. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ മന്ത്രിയുടെ പരോക്ഷ വിമർശനം. വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്നും അതിനു മുൻപുള്ള വിവാദങ്ങൾ തരികിട പരിപാടികളാണെന്നും സുരേഷ് ഗോപി. പട്ടാമ്പി പൊതുശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി പട്ടാമ്പി MLA മുഹമ്മദ് മൗസിന്റെ ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപയും പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യം. എമ്പുരാൻ സിനിമയ്ക്കെതിരെ അധിക്ഷേപം. ഗുജറാത്ത് വംശീയ കലാപത്തിന്റെ ചുവട് പിടിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സെൻസർ ബോർഡ് പരിഗണിക്കേണ്ടത് കലാമൂല്യത്തെയാണെന്നും സെൻസർ ബോർഡ് സംഘപരിവാറിന്റെ ഏജൻസി അല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കും വിധം നുഴഞ്ഞുകയറ്റം നടക്കുമ്പോഴും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ക്ഷേത്രങ്ങളെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുമാണ് സർക്കാർ ശ്രമമെന്നും RV ബാബു. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. സ്ഥാപന ഉടമയെ കുടിൽകെട്ടി സമരം നടത്തുന്ന CITU തൊഴിലാളികൾ മർദ്ദിച്ചതായി പരാതി. കയ്യേറ്റം ചെയ്തെന്ന ആരോപണം വസ്തുതാ വിരുദ്ധമെന്നും അനധികൃതമായി ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്നും തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്നും അതിനു മുൻപുള്ള തരികിട പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആശാവർക്കർമാരുടെ പ്രശ്നപരിഹാരത്തിന് കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ആദ്യഘട്ടത്തിൽ തന്റെ സംഭാവനയായി 1 കോടി നൽകുമെന്നും തൃശൂരിൽ മാധ്യമങ്ങളോട് മന്ത്രി പറഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളെ കേന്ദ്രമന്ത്രിയുടെ മുന്നിലിരുത്തി 2 മണിക്കൂർ സംസാരിപ്പിച്ചു. കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇരുത്തി 1 ദിവസം മുഴുവൻ അവർ ചർച്ച നടത്തി. വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ പുനർക്രമീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കണ്ണൂരിൽ വീണ്ടും അപകടമുണ്ടായത്. അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് സർക്കാരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പാറമേക്കാവ് തിരുവമ്പാടി വേല വെടിക്കെട്ടുകൾ നടത്തുന്നതിന് താൻ കൂടി അവർക്കൊപ്പം നിന്നു. അവർ അക്കാര്യം വെളിപ്പെടുത്താത്തത് രാഷ്ട്രീയ വളർച്ചയ്ക്ക് കാരണമാകും എന്നതിനാൽ. ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചുപിടിക്കുന്നു. മാഗസിനെക്കുറിച്ചുള്ള കോടതിയുടെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം. പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ തന്റെ സംഭാവനയായി നൽകുമെന്നും ബാക്കി തുക സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നല്ല മനസ്സും ഹൃദയവുമുള്ള ആളുകൾ അതിൽ ചേർന്നാൽ 25 കോടിയുടെ കൺസോർഷ്യം രൂപീകരിക്കാൻ കഴിയും. ആശാപ്രവർത്തകർക്കുള്ള മാസവരുമാനത്തിനോട് ചേർന്ന് ഒരു നല്ല വിഹിതം കൺസോർഷ്യത്തിലൂടെ നൽകാൻ കഴിയും. ഇത് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അനുസരിച്ച് എന്തായാലും 50, 60, 70 ഉറപ്പാണ്. അത് 1 കോടിയായാൽ 1 കോടിയാക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിനകത്ത് പങ്കുചേരുന്നു. അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു, കാരണം കോവിഡ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയല്ല ജീവൻ പണയം വെച്ച് ഓരോ അപകടം പതിയിരിക്കുന്ന ലോറിൽ ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള വായു അവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റാണ്. എത്ര പേർക്ക് PPE കിറ്റ് കിട്ടി, എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തത് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതവും മുമ്പോട്ട് എന്തെന്ന് പോലും ഒരു കണക്കൂട്ടലോ ഒന്നും നടത്താതെ എക്സ്പോസ് ചെയ്യുകയാണ്. അന്ന് മരണമാണ് അല്ലേ, ഇതിൽ എക്സ്പോസ് ആയാൽ മരണമെന്നാണ് ലോകം മുഴുവൻ പറയുന്നത്. ആ മരണത്തിനെയാണ് അവർ നേരിട്ടത്. എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിനിമയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കണമെന്നും കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പൊതുശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. മുഹമ്മദ് മൗസിൻ MLAയുടെ ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. VK ശ്രീകണ്ഠൻ MP 50 ലക്ഷം രൂപ പദ്ധതിക്കായി അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മൗസിൻ MLA നിർവഹിച്ചു. പട്ടാമ്പി പൊതുശ്മശാനം ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക്. നമ്പം റോഡിൽ പുഴയോരത്ത് വർഷങ്ങൾക്ക് മുൻപാണ് പൊതുശ്മശാനം നിർമ്മിച്ചത്. എന്നാൽ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ശ്മശാനം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. നിയമക്കുരുക്കിൽ വർഷങ്ങൾ കഴിഞ്ഞു. നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് മുഹമ്മദ് മൗസിൻ MLA ജില്ലാ കളക്ടറുമായി ഇടപെട്ട ശേഷമാണ് നിയമക്കുരുക്കുകളഴിച്ച് ശ്മശാനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയായത്. ആദ്യഘട്ട പ്രവൃത്തികൾക്ക് മുഹമ്മദ് മൗസിൻ MLAയുടെ ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ അനുവദിച്ചു. ശനിയാഴ്ച നിർമ്മാണോദ്ഘാടനം MLA നിർവഹിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയൊരു ജനകീയ ആവശ്യം യാഥാർത്ഥ്യമാകുക എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്,
ഞാൻ വിദ്യാർത്ഥിയാകുമ്പോൾ സ്കൂളിൽ സ്കൂൾ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് പട്ടാമ്പിയിൽ വെച്ച് ചില പ്രതിഷേധ പരിപാടികളൊക്കെ ഞാൻ കണ്ടു. അന്ന് ശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള ചില കൂട്ടായ്മകളും വിഷയങ്ങളുമൊക്കെ നടക്കുന്നത് കണ്ട് അന്ന് വിദ്യാർത്ഥിയാകുമ്പോൾ ഞാൻ ഒരു ശ്മശാനം എന്തുകൊണ്ട് പട്ടാമ്പിയിൽ ആരംഭിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശ്മശാനത്തിലെ അനുബന്ധ ഉപകരണങ്ങൾക്ക് വി കെ ശ്രീകണ്ഠൻ MP-യുടെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. P വിജയകുമാർ, K രാജൻ, കവിത, KT റുക്കിയ, KR നാരായണസ്വാമി, C സംഗീത, CA സാജിദ്, സുരേഷ്, താലൂക്ക് തഹസിൽദാർ KT കിഷോർ, NP വിനയകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള അധിക്ഷേപം ഗുജറാത്ത് വംശീയ കലാപത്തിന്റെ ചുവട് പിടിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. സെൻസർ ബോർഡ് പരിഗണിക്കേണ്ടത് കലാമൂല്യത്തെയാണെന്നും സെൻസർ ബോർഡ് സംഘപരിവാറിന്റെ ഏജൻസിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പറഞ്ഞു. സെൻസർ ബോർഡിന് നോട്ടീസ് നൽകണമെന്നാണ് ഒരു BJP നേതാവ് പറഞ്ഞത്. സെൻസർ ബോർഡ് സംഘപരിവാറിന്റെ ഏജൻസിയല്ല. യുവമോർച്ച നേതാവിന്റെ പൃഥ്വിരാജിനെതിരായ ആരോപണം അസഹിഷ്ണുതയാണ്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നടത്തിയ IS പരാമർശത്തിൽ NIA അന്വേഷണം നടത്തണം. BJPയെ വിമർശിക്കലാണ് രാജ്യസ്നേഹം. BJPയെ വിമർശിക്കൽ രാജ്യദ്രോഹമാണെന്ന് ആരാണ് പറഞ്ഞത്? ഇങ്ങനെ ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല. ഗാന്ധിയെ വധിച്ച പ്രത്യയശാസ്ത്രത്തെ എതിർക്കലാണ് രാജ്യസ്നേഹം. സംഘപരിവാർ നടത്തുന്ന അധിക്ഷേപത്തിനും ആക്രമണത്തിനും മലയാളി പ്രതിരോധം തീർക്കുമെന്നും സംഘപരിവാർ മലയാളത്തിനും കേരളത്തിനും എതിരാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും MLA പറഞ്ഞു. എമ്പുരാനെതിരെയും മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെയുമുള്ള പ്രചരണം സംഘപരിവാർ പ്രൊപ്പഗണ്ടയാണ്. മലയാള സിനിമയെയും കേരളത്തെയും തകർക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ് ഇതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു തരത്തിലും മലയാളികൾക്ക് നീതീകരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് മലയാളിയുടെ പൊതുബോധത്തിൽ നിന്ന് സംഘപരിവാറുകാരെ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്നലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ്, സെൻസർ ബോർഡ് മെമ്പർമാർക്ക് ഷോക്കോസ് കൊടുക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ BJP പ്രസിഡന്റ് പോലെ ആർക്കും വന്നിരിക്കാവുന്ന അപ്രധാനമായ ഒരു പദവിയാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധമുള്ള കലാഭിരുചിയുള്ള, കലാബോധമുള്ള, സർഗവാസനയുള്ള ആളുകൾക്ക്, സിനിമയെപ്പറ്റി ധാരണയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന പദവിയാണ്. അപ്പോൾ ആ പദവിയിൽ ഏതെങ്കിലും പാർട്ടി അടിമകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ സെൻസർ ബോർഡിന് ഷോക്കോസ് കൊടുക്കാൻ BJPയുടെ സെല്ലല്ല, സംഘപരിവാറിന്റെ സെല്ലല്ല സെൻസർ ബോർഡ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനവും അതുപോലെ തന്നെ NIA അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഗണേശിനെ ചോദ്യം ചെയ്യണം. കുറച്ചു മുൻപ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശ്രീ പൃഥ്വിരാജ് സുകുമാരന് ISIS-മായി ബന്ധമുണ്ട് എന്ന്. അപ്പൊ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അയാൾക്ക് ഒരു ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടണമല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരത്തിൽ ISIS-മായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പാസ് ചെയ്തതിന്റെ പേരിൽ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിൽ വിറ്റുപോകാത്ത, വാളയാർ അതിർത്തിക്ക് അപ്പുറവും കളിക്കവളയ്ക്ക് അപ്പുറവും നിൽക്കുന്ന സംഘപരിവാറിന്റെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രവുമായി കേരളത്തിലേക്ക് വന്നാൽ മതേതര മൂല്യമുള്ള മലയാളികൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കും വിധം ബംഗ്ലാദേശികളുടെയും മറ്റും നുഴഞ്ഞുകയറ്റം വ്യാപകമാകുമ്പോഴും സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ക്ഷേത്രങ്ങളെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും RV ബാബു പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അറിയാവുന്ന പോലെ കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്നും അനധികൃതരായിട്ടുള്ള ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും പലരും അവരൊക്കെ ഒരു ഡ്രഗ് മാഫിയയുടെ കരിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തത് അയാൾ അൽഖ്വയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗമായിരുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസ്, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞ കയറ്റം, അത് നമ്മുടെ കേരളത്തിൽ വലിയൊരു വിഷയമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനോട് അലംഭാവം കാണിക്കുന്നു. വേണ്ടത്ര രീതിയിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചില ആക്ഷൻസ് നടത്തുന്നു. അതൊരു പ്രഹസനമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
വേണ്ടത്ര ഗൗരവം ആ കാര്യത്തിൽ കൊടുക്കുന്നില്ല. മതാടിസ്ഥാനത്തിലുള്ള സംവരണങ്ങളും ആനുകൂല്യങ്ങളും സർക്കാർ നിർത്തിവെക്കണമെന്നും RV ബാബു വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ കുടിയേറ്റം വ്യാപകമാണ്. ഇതിന്റെ അംഗീകൃതവും അനധികൃതവുമായ കണക്ക് സർക്കാരിന് വശമില്ലാത്തത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കും. ലഹരിക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനവും കൂടുതൽ നടത്തുന്നത് കുടിയേറ്റക്കാരാണ്. ക്ഷേത്ര കമ്മിറ്റികൾ കൈയടക്കിയും ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർത്ത് കമ്മ്യൂണിസ്റ്റ്വൽക്കരിച്ച ക്ഷേത്രങ്ങളെ തകർക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഡിജിറ്റൽ സർവേ നടത്തിയതോടെ ക്ഷേത്രഭൂമികൾ സർക്കാർ പുറമ്പോക്കായി മാറി. ക്ഷേത്രഭൂമി അന്യാധീനപ്പെടാതെ സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡുകൾ നിശബ്ദത പാലിക്കുകയാണ്. ലഹരി ഉപയോഗം കൂടി വരുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും നശിപ്പിക്കുന്നുണ്ടെന്ന വസ്തുത ഹിന്ദു ഐക്യവേദി ആശങ്കയോടെയാണ് കാണുന്നത്. 4, 5, 6 തീയതികളിലായി പാലക്കാട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. വരും വർഷത്തിൽ കേരളത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഹൈന്ദവ സംഘടന, വനിത പ്രതിനിധി സമ്മേളനങ്ങളിലായി കേരളത്തിലെ പ്രമുഖ ആചാര്യന്മാർ, RSS ഉൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും RV ബാബു അറിയിച്ചു. ജനറൽ കൺവീനർ PN ശ്രീരാമൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, ഡോക്ടർ R പാർത്ഥസാരഥി, G മധുസൂദനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. സ്ഥാപന ഉടമയെ CITU പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. അതേസമയം കാർഡ് ഇല്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് ഇറക്കുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് സ്ഥാപനത്തിന് മുന്നിൽ സമരം നടത്തുന്ന CITU തൊഴിലാളികൾ പറഞ്ഞു. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്. തൊഴിലാളികൾ തന്നെ മർദ്ദിച്ചെന്നാണ് സ്ഥാപന ഉടമ പ്രകാശന്റെ പരാതി. തൊഴിലാളികളെ ഉപയോഗിച്ച് വാഹനത്തിൽ ലോഡ് കയറ്റുന്നതിനിടയിലാണ് CITU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതെന്ന് പ്രകാശൻ ആരോപിച്ചു. പോലീസിനെ വിവരമറിയിച്ചെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ലെന്നും പ്രകാശൻ കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ കട തുറന്നപ്പോൾ രാവിലെ ഒരു വണ്ടി വന്നു, ഒരു ചെറിയ ആപ്പ വന്നു. അപ്പോൾ എനിക്ക് 2-3 കമ്പി എനിക്ക് കയറ്റി വെക്കാണ്ടായിരുന്നു. ഒരു 10-15 കിലോ അത്രേ ഉണ്ടാവുള്ളത്. അത് എനിക്ക് കയറ്റി വെക്കുമ്പോൾ CITക്കാർ വന്നിട്ട് സമരപന്തലിൽ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ തടഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരതിനെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ, കേൾക്കാൻ പാടില്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഇവിടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല, എന്നോട് ചോദിച്ചു എന്താ ഉണ്ടായതെന്ന്. ഞാൻ ഉണ്ടായ വിവരങ്ങളെല്ലാം വിവരിച്ചു പോലീസിന്. അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല. എന്നോട് മാത്രം ചോദിച്ച് പോലീസ് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അതേസമയം സ്ഥാപന ഉടമയെ മർദ്ദിച്ചെന്ന ആരോപണം തൊഴിലാളികൾ നിഷേധിച്ചു. കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് സമരം നടത്തുന്ന CITU പ്രവർത്തകർ പറഞ്ഞു. ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക്, പ്രകാശ് സ്റ്റീലിൻ്റെ തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കാതെ ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ കയറ്റിയിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കയറ്റിയിറക്ക് 26 ചട്ടമനുസരിച്ച് ആ തൊഴിലാളി മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ക്ഷേമ ബോർഡിൻ്റെ തീരുമാനമുണ്ട്. അത് നടപ്പിലാക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ MDMA വിറ്റതിന് നെടുപുഴ പോലീസിന്റെ പിടിയിലായ യുവാവ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. മനക്കൊടി സ്വദേശി ആൽവിനാണ് തെളിവെടുപ്പിനിടെ ബാംഗ്ലൂരിൽ വെച്ച് ചാടിപ്പോയത്. ഇന്ന് പുലർച്ചെയാണ് ഹോട്ടലിലെ 3ാം നിലയിൽ നിന്ന് പൈപ്പിലൂടെ ഇഴുകിയിറങ്ങി പ്രതി രക്ഷപ്പെട്ടത്. ഇക്കഴിഞ്ഞ 6 രാത്രിയിലാണ് നെടുപുഴയിലെ വാടക വീട്ടിൽ വെച്ച് 70 ഗ്രാമോളം MDMAയും 4 കിലോയോളം കഞ്ചാവുമായി ആൽവിൻ ഉൾപ്പെടെ 3 പേർ പിടിയിലായത്. മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചതിനാലാണ് ആൽവിനെ കസ്റ്റഡിയിൽ വാങ്ങി ബാംഗ്ലൂരിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോയത്. ആൽവിനെ പിടികൂടുന്നതിനായി തൃശൂർ പോലീസ് ബാംഗ്ലൂർ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. കൂടാതെ തൃശൂരിലെ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളും ആൽവിനെ പിടികൂടാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള സർവകലാശാല വിഷയം ഗുരുതരമായ കൃത്യവിലോപമാണ് അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മന്ത്രി R ബിന്ദു. അധ്യാപകനെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരള സർവകലാശാല NAAC ഗ്രേഡിംഗിൽ
A++ ഗ്രേഡ് നേടി തിളങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. 3 തവണ വിശദീകരണം തേടിയപ്പോഴും അധ്യാപകൻ നിശബ്ദത പാലിച്ചു. ഇതിന് നടപടിയുണ്ടാകും. DGPക്ക് തന്നെ പരാതി നൽകും. അന്വേഷണത്തിന് ശേഷം പോലീസ് നടപടിയുണ്ടായിരിക്കും. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കുട്ടികളുടെ ഭാവിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യം പരിഹരിക്കാനുള്ള ഇടപെടലുകളുണ്ടാകും. പ്രോ ചാൻസലർ എന്ന നിലയിൽ ചില വ്യാജ പ്രതികരണങ്ങളുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാഹചര്യം ഇതുമൂലമാണ് ഉണ്ടായത്. പ്രോ ചാൻസലർ എന്ന പദവിയുടെ ബലത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ വേഗത്തിൽ തന്നെ ഇടപെടാൻ സാധിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വിധത്തിൽ പരിഹാര നടപടികൾ ഉണ്ടാകണമെന്ന് യൂണിവേഴ്സിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. ജോലിക്ക് കയറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് അത് ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. വേഗം തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് പേഴ്സണലി ബുദ്ധിമുട്ടില്ലാതെ കാര്യം പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടാവും. അത് സർവകലാശാലയ്ക്ക് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തവണ ഈ നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് സർവകലാശാല നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ചില അധികാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ആരോപണം ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് നിലവിലുള്ള അധികാരത്തിന് ഒരു കൃത്യതയും വ്യക്തതയും വരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം തന്നെ നോക്കൂ, ഈ വിഷയമുണ്ടായപ്പോൾ നിങ്ങൾ എന്നെ സമീപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ അന്വേഷിക്കാനുള്ള അധികാരം ഉണ്ടാവണമല്ലോ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോടികൾ മുടക്കി നിർമ്മിച്ച കോട്ടായി മുട്ടിക്കടവ് തടയണയ്ക്ക് ഷട്ടർ സ്ഥാപിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കടുത്ത വേനലിൽ പുഴ വറ്റി വരണ്ട് കിടക്കുകയാണെന്നും ഒരു തുള്ളി വെള്ളത്തിനു പോലും ഉപകാരമില്ലാതെയാണ് തടയണ എന്നും പ്രദേശവാസികൾ പറയുന്നു. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ തെളിവാണിതെന്നും ആരോപിച്ചു. വേനലിലെ കടുത്ത വരൾച്ചയെ നേരിടാനും എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കാനുമായി കോടികൾ മുടക്കി ഭാരതപ്പുഴയിൽ തടയണ നിർമ്മിച്ചെങ്കിലും ഷട്ടർ സ്ഥാപിക്കാത്തതിനാൽ വേനലിൽ ഒരു തുള്ളി വെള്ളത്തിന് ഉപകാരമില്ലാത്ത സ്ഥിതി. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കോട്ടായി പഞ്ചായത്തിലെ മുട്ടിക്കടവ് തടയണയാണ് അധികാരികളുടെ കെടുകാര്യസ്ഥതയുടെ തെളിവായി വറ്റിവരണ്ട് കിടക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് വരെ നിറഞ്ഞൊഴുകിയിരുന്നതാണ്. എല്ലാം കുത്തിയൊലിച്ചുപോയി. യഥാസമയം ഷട്ടർ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ തടയണ നിറയെ വെള്ളം സംഭരിക്കാമായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോട്ടായി പഞ്ചായത്തിന്റെ ശുദ്ധജല വിതരണ പമ്പ് ഹൗസ് ഈ തടയണയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. 52 കോടിയുടെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പമ്പിംഗ് കിണറും പുതുതായി സ്ഥാപിച്ചത് മുട്ടിക്കടവ് തടയണയിലാണ്. തടയണ വറ്റിവരണ്ട് പാറക്കെട്ടുകൾ മാത്രമായിട്ടുണ്ട്. അതേസമയം മൈനർ ഇറിഗേഷൻ വകുപ്പാണ് തടയണ സ്ഥാപിക്കേണ്ടതെന്നും കഴിഞ്ഞ ദിവസം മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തടയണ സന്ദർശിച്ച് ഷട്ടറിന്റെ അളവെടുത്ത് പോയിട്ടുണ്ടെന്നും ഉടൻ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് പറഞ്ഞു. പുഴവെള്ളം മുഴുവൻ ഒഴുകിപ്പോയ ശേഷം വൈകിയുദിച്ച വിവേകം കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊല്ലങ്കോട് നെന്മേനിയിൽ അമ്മയും മകനും മുങ്ങി മരിച്ചു. നെന്മേനി കല്ലേരിപ്പറ്റയിൽ താമസിക്കുന്ന 46 വയസ്സുള്ള ബിന്ദു, മകൻ 11 വയസ്സുള്ള സനോജ് എന്നിവരെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുക്കപ്പാറയിലെ അമ്പിട്ടൻചള്ള കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് ഇരുവരും. രാവിലെ 9:30 അപകടമുണ്ടായത്. ബിന്ദുവിന് അപസ്മാരത്തിന്റെ അസുഖമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അസുഖമുണ്ടായ സമയത്ത് അമ്മയെ രക്ഷിക്കാൻ പോയ മകനും അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കുമ്പോഴാണ് കുളത്തിന്റെ കരയിൽ ഒരു കുട്ടിയുടെ ചെരുപ്പ് കാണുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലം കൊണ്ടയൂരിൽ സഹോദരനെ കൊലപ്പെടുത്തി ജാമ്യത്തിലിറങ്ങിയ പ്രതി മദ്യലഹരിയിൽ മാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. കൊണ്ടയൂർ സ്വദേശിയായ 42 വയസ്സുള്ള സുരേഷാണ് കൃത്യം ചെയ്തത്. 70 വയസ്സുകാരി പതിപ്പറമ്പിൽ വീട്ടിൽ ശാന്തയ്ക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രിയാണ് മദ്യലഹരിയിലെത്തിയ സുരേഷ് ഒരുമിച്ച് താമസിക്കുന്ന അമ്മയെ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ശാന്തയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് സഹോദരൻ സുബ്രഹ്മണ്യനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആളാണ് സുരേഷ്. ചെറുതുരുത്തി പോലീസ് ഇയാളെ പിടികൂടി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിയമത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഉപകരിക്കുമെന്ന് ഹൈക്കോടതി ജഡ്ജി KV ജയകുമാർ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ ഘടകത്തിന്റെ കീഴിൽ ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. For the welfare of the people. The very purpose of law is to secure the ends of justice. Law is said to be the means to secure the ends of justice. So every day new legislations are coming for the ultimate purpose of public welfare and public good.
AILU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CJ ബിമൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് അറ്റോർണി അംഗം അഡ്വക്കേറ്റ് N മനോജ്, അഡ്വക്കേറ്റ് UP ജോസഫ്, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് KD ബാബു, അഡ്വക്കേറ്റ് ഡിനി ഗിരീഷ്, അഡ്വക്കേറ്റ് സിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംഘാടകരുടെ നേതൃത്വത്തിൽ ജഡ്ജിക്ക് മൊമെന്റോ നൽകി. സംഘാടക സമിതി ചെയർമാനും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ സ്വാഗതവും പ്രജിത് കുമാർ നന്ദിയും പറഞ്ഞു. യുവ അഭിഭാഷക കൺവെൻഷൻ AILU സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് CP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ, AILU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡിജിറ്റൽ തെളിവുകളെക്കുറിച്ച് ക്ലാസ് സ്പെഷ്യൽ കോടതി ജഡ്ജി കമനീസ് നയിച്ചു. അഡ്വക്കേറ്റ് KP അജയകുമാർ മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ DCC ജനറൽ സെക്രട്ടറി KB ദാസൻ ഉദ്ഘാടനം ചെയ്തു. ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് എവിടെ പോയാലും 40 വണ്ടികൾ അകമ്പടി സേവിക്കുക. അതിൽ പോലീസ് വണ്ടിയുണ്ട്, മറ്റേ നമ്മുടെ ആംബുലൻസ് ഉണ്ട്, തുടങ്ങിയ ഒട്ടേറെ വണ്ടികൾ. ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസത്തെ ദുഷ്ചിലവ് എത്രയാണെന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും തന്നെയല്ല, മുഖ്യമന്ത്രിയുടെ മറ്റേ ക്ലിഫ് ഹൗസ്, ആ ക്ലിഫ് ഹൗസിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാനൊക്കെ അവിടെ പോയിട്ടുള്ളതാണ്. ആകെ 2 നിലയുള്ള ബിൽഡിംഗ് ആണ് ക്ലിഫ് ഹൗസ്. ആ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിക്ക് 1ാമത്തെ നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 17 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ലിഫ്റ്റ് വെച്ച ഒരു സംഭവം. പാഞ്ഞാൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ജയ്സൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ CP ഗോവിന്ദൻകുട്ടി, MP ഗിരിജ വല്ലഭൻ, KC ശിവദാസൻ, രാജൻ വെട്ടത്ത്, TK വാസുദേവൻ, ഏലിയാമ്മ ടീച്ചർ, TM അബ്ദുൾ മജീദ്, ഹൈമാവതി, ഹസൻ, NC ജോർജ്, ആസിയ തുടങ്ങിയവർ സംസാരിച്ചു. VN വിനോദ് സ്വാഗതവും VC മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ട്രെയിൻ ഇക്കോ സിസ്റ്റം ബ്ലോക്ക് തല പ്രോജക്ട് അവതരണം മാത്തൂരിൽ സംഘടിപ്പിച്ചു. കുഴൽമന്ദം BRCയുടെ കീഴിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് ഏറ്റവും നല്ല പിന്തുണ ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഓരോ സ്കൂളിൽ നിന്നും ശാസ്ത്രപ്രതിഭകളെ കണ്ടെത്താൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള നിരീക്ഷണങ്ങളായാലും പരീക്ഷണങ്ങളായാലും കണ്ടെത്തലുകളായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല കഴിവും നല്ല ശേഷിയും നല്ല ബോധ്യവും നല്ല. മാത്തൂർ PMR ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കുഴൽമന്ദം BRC VPC അഭിലാഷ് തച്ചങ്കാട് അധ്യക്ഷത വഹിച്ചു. UPHSS വിഭാഗങ്ങളിലെ പ്രൊജക്ടുകളുടെ പ്രകാശനവും അവതരണവും നടന്നു. 7ാം ക്ലാസ്സിലെ പ്രൊജക്ട് PP സുമോദ് MLA കുഴൽമന്ദം BRCയിലെ BPC അഭിലാഷ് തച്ചങ്കാടിന് നൽകി പ്രകാശനം ചെയ്തു. 8ാം ക്ലാസ്സിലെ പ്രൊജക്ട് സന നസ്രീൻ, അഫ്സാന എന്നീ വിദ്യാർത്ഥിനികൾ കുഴൽമന്ദം ഒലീവ് മൗണ്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ തോമസ് അലക്സാണ്ടറിന് നൽകി പ്രകാശനം ചെയ്തു. 9ാം ക്ലാസ്സിലെ പ്രൊജക്ട് റമീഷ, ശ്രേയ എന്നീ വിദ്യാർത്ഥിനികൾ കുത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക സൈനയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ബ്രോഷർ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ AEO വിക്ടർ ഡേവിഡിന് നൽകി പ്രകാശനം ചെയ്തു. ട്രെയിൻ ഇക്കോസിസ്റ്റം പ്രോജക്ടിന്റെ ഭാഗമായ വിദ്യാർത്ഥികൾ, അധ്യാപകർ, റിസോഴ്സ് പേഴ്സൺസ് എന്നിവർക്കുള്ള മൊമെന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. BRC ട്രെയിനർ ഡോക്ടർ S ജഷി സ്വാഗതവും ക്ലസ്റ്റർ കോർഡിനേറ്റർ KR സൗമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി നഗരസഭയിൽ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനവും ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്ലീനാക്കി കിടക്കുകയാണ്. അവർ ആ പട്ടാമ്പിക്ക് വന്ന മാറ്റം പലരും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. പട്ടാമ്പിയിലെ ആ മാറ്റത്തെ കുറിച്ച് മുൻകാലങ്ങളിലൊക്കെ പട്ടാമ്പിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ഒരു 3 മണിക്ക് ശേഷം നമുക്ക് നമ്മുടെ ടൗണിലൂടെ നടന്നു പോകാൻ, മൂക്ക് പൊത്തിയല്ലാതെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ. നഗരസഭ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുഖിയ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ TP കിഷോർ, RARS ADR ഡോക്ടർ P രാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുസ്ലിം ലീഗിന്റെ മുഖമുദ്രയായ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പാതേയമാണ് KMCC എന്ന് തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അമീർ. KMCC നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തലശ്ശേരി MSA ബനാത്ത് യത്തീം ഖാനയിലെ 110ഓളം വിദ്യാർത്ഥികൾക്ക്
പെരുന്നാൾ പുതുവസ്ത്രം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഒഴുക്കിൽ ഇങ്ങനെ ഒരു ദിവസവും കടന്നു പോവുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്ഭവ കാലം മുതൽ തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രധാനമായും എഴുതി ചേർത്ത ഒരു അജണ്ടയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രധാനമായ ഊന്നൽ നൽകുക എന്നുള്ളത്. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സൈദലവി അധ്യക്ഷത വഹിച്ചു. ദുബായ് KMCC തൃശൂർ ജില്ലാ ട്രഷറർ ബഷീർ വരവൂർ, മണ്ഡലം സെക്രട്ടറി ഇസ്മായിൽ, മുസ്ലിം ലീഗ് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PS കമറുദ്ദീൻ മൗലവി, വൈസ് പ്രസിഡന്റ് ഉമ്മർ പറമ്പിൽ പിടികയിൽ, CP അലി, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഫ്സൽ പള്ളം, പാഞ്ഞാൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ ഉമ്മർ മണലാടി, TM ഹംസ മാസ്റ്റർ, ദേശമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് SV അബ്ദുൽ ഹമീദ്, വാർഡ് മെമ്പർ ഇബ്രാഹിം, മുഹമ്മദ് കുട്ടി, അബൂബക്കർ അബ്ദുൾ റസാഖ്, യഹിയ കാസിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ 13 പേർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിളുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സൈഡ് വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിളുകൾ വിതരണം ചെയ്തത്. ജനറൽ വിഭാഗത്തിൽ 9ഉം SC വിഭാഗത്തിൽ 4 പേർക്കുമാണ് സ്കൂട്ടറുകൾ നൽകിയത്. ബ്ലോക്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സ്കൂട്ടറുകളുടെ വിതരണം നിർവഹിച്ചു. ഈ വർഷം 2024-25 വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നത് അതിനുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. നമുക്കറിയാം അതിൽ വീഴ്ച പറ്റിയത് പല ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയാം ഞങ്ങൾ ഫണ്ട് വെക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്ക് ഫണ്ടുകൾ നീക്കി വെക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഫണ്ടുകൾ നീക്കി വെക്കുമ്പോൾ അത് കൃത്യമായി നിർവഹണം നടത്തുന്നത് അത് ഉദ്യോഗസ്ഥരാണ്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ CDP ആണ് കൂടുതൽ അലംഭാവം കാണിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ആ വർഷത്തിലാർക്കും കൊടുക്കാൻ സാധിക്കാതെ വീണ്ടും അത് സ്പിൽ ഓവറായി. വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. തസ്നിമ ഇസ്മായിൽ, PP ഉണ്ണികൃഷ്ണൻ, ഷെഫീന ഷുക്കൂർ, PT മുഹമ്മദ് കുട്ടി, MK മുഹമ്മദ്, V പ്രസന്ന, PK ബഷീർ മാസ്റ്റർ, V സൈദലവി, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KP സുപ്രഭ, CDPO പ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുളപ്പള്ളി ഫെസ്റ്റുമായി യുവജന കൂട്ടായ്മ. മെയ് 3-4 തീയതികളിലാണ് കുളപ്പള്ളി യുവജന കൂട്ടായ്മ കുളപ്പള്ളി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ലഹരിമുക്ത ക്യാമ്പയിനും ഇതോടനുബന്ധിച്ച് നടക്കും. ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ലോഗോ പ്രകാശന ചടങ്ങിൽ സെൻട്രൽ കമ്മിറ്റി ജനറൽ കൺവീനറും നഗരസഭാ കൗൺസിലറുമായ KP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, കൗൺസിലർ TK ബഷീർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജയൻ, TH ഫിറോസ് ബാബു, MC ജലാൽ, TK ആഷിഖ്, P നൌഷാദ്, P അബിദ്, അക്ബർ ചോലയിൽ, പ്രസാദ് മുസ്തഫ, അബ്ദുൽ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. മതമൈത്രിയുടെയും മതനിരപേക്ഷതയുടെയും സന്ദേശമുയർത്തിയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ചെറുതുരുത്തി എമർജ് ഷൈൻ ജിമ്മിന്റെയും ചെറുതുരുത്തി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആന്റി ഡ്രഗ് മാരത്തോൺ സംഘടിപ്പിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും തുടങ്ങിയ മാരത്തോൺ ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സമീപകാല സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത്തരം സംഭവങ്ങൾക്ക് ശേഷം വ്യാപകമായി വിഭാഗങ്ങളും സമൂഹവും അധ്യാപകരും സ്കൂളുകളും സർക്കാർ വകുപ്പുകളും പോലീസ് എക്സൈസ് വകുപ്പുകളും ലഹരിക്കെതിരായ ശക്തമായ പോരാട്ടത്തിലാണ്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് മോൻ, ഗിരീഷ്, സുബിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം K ബിന്ദു സ്വാഗതവും എമർജ് ആൻഡ് ഷൈൻ ജിം ഡയറക്ടർ വൈശാഖൻ നന്ദിയും പറഞ്ഞു. സ്കൂൾ പരിസരത്തു നിന്നും തുടങ്ങിയ മാരത്തോൺ കൊച്ചിൻ പാലത്തിൽ സമാപിച്ചു. നിരവധി യുവാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അധിക വാറണ്ടി വാഗ്ദാനം ചെയ്ത് ഉപഭോക്താവിനെ വഞ്ചിച്ച കടയുടമയ്ക്കെതിരെ പാലക്കാട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ വിധി. കൂനത്തറ ഇടപ്പറമ്പിൽ ശിവശങ്കറിന് 22,500 രൂപ സ്ഥാപനം നൽകണമെന്നാണ് ഫോറത്തിന്റെ വിധി. 12,500 രൂപ വിലയുള്ള ടെലിവിഷന് കമ്പനി 3 വർഷ ഗ്യാരണ്ടിയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. വല്ലപ്പുഴയിലെ ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ നിന്നാണ് കൂനത്തറ ഇടപ്പറമ്പിൽ ശിവശങ്കരൻ ടെലിവിഷൻ വാങ്ങിയത്. 3 വർഷ ഗ്യാരണ്ടിയുള്ള ടെലിവിഷന് കടയുടമ ഗ്യാരണ്ടി 5 വർഷമെന്ന രസീതിയിൽ എഴുതി നൽകി വഞ്ചിക്കുകയായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ കേടായി.
5 വർഷം ഗ്യാരണ്ടിയുണ്ടെന്ന് വിശ്വസിച്ച് സ്ഥാപനത്തെ സമീപിച്ചപ്പോൾ ഗ്യാരണ്ടി 3 വർഷം മാത്രമാണെന്ന് കടയുടമ പറയുകയായിരുന്നു. ആലപ്പുഴ നാഷണൽ അപ്ലയൻസ് എന്ന ഇലക്ട്രിക് സ്ഥാപനത്തിൽ നിന്ന് ഒരു TV വാങ്ങിക്കുകയുണ്ടായി. 12,500 രൂപ വിലയായിരുന്നു. അവർ 5 വർഷം വാറണ്ടി എന്ന് എനിക്ക് എഴുതി തരികയുണ്ടായി. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ആ TV കേടുവന്നു. കേടുവന്ന പ്രകാരം അവരുടെ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അവരത് ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ കമ്പനി പറഞ്ഞ റേറ്റിൽ ഇത് 3 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്, അത് ബാക്കിയുള്ളത് നിങ്ങളാണ് അതിൻ്റെ എഴുതി ചേർത്തത്, നിങ്ങൾ എഴുതി ചേർത്തതാവും ഗ്യാരണ്ടി കാർഡിൽ. വഞ്ചിതനായ കാര്യം തിരിച്ചറിഞ്ഞ് ഉപഭോക്താവ് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തെ സമീപിച്ചു. മാന്യമായ വിപണന രീതി സ്ഥാപനം പാലിച്ചില്ലെന്ന് കണ്ടെത്തിയ ഫോറം സ്ഥാപന ഉടമ ശിവശങ്കരന് 22,500 രൂപ നൽകണമെന്ന് വിധിക്കുകയായിരുന്നു. 45 ദിവസത്തിനകം തുക നൽകണം. വൈകിയാൽ ഓരോ മാസവും 500 രൂപ വീതം അധികം നൽകണമെന്നും ഉത്തരവുണ്ട്. ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിന്റെ വിധി ആശ്വാസകരമാണെന്ന് വല്ലപ്പുഴയിലെ സ്ഥാപനത്തിൽ നിന്ന് ടെലിവിഷൻ വാങ്ങി വഞ്ചിതനായ ഇടപ്പറമ്പിൽ ശിവശങ്കരൻ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ICICI ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്ന് നഗരസഭയ്ക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകി. നഗരസഭ ചെയർമാൻ MK ജയപ്രകാശ് താക്കോൽ ഏറ്റുവാങ്ങി. ക്ലീൻ ഷൊർണൂർ പദ്ധതിക്കാണ് വാഹനങ്ങൾ പ്രയോജനപ്പെടുന്നത്. നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ ഓട്ടോറിക്ഷകളുടെ താക്കോൽ കൈമാറ്റം നഗരസഭാ അങ്കണത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ICICI ബാങ്ക് പ്രതിനിധികളിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങി. തുടർന്ന് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, സെക്രട്ടറി S. രാജേഷ്, ICICI റീജിയണൽ ഹെഡ് ശ്രീജിത്ത് ചുള്ളിയിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്കിംഗ് റീജിയണൽ ഹെഡ് ജിൻസൺ G, ഷൊർണൂർ ICICI ബാങ്ക് മാനേജർ സ്മിത അനൂപ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്കിംഗ് റിലേഷൻഷിപ്പ് മാനേജർ ഷിനിൽ V എന്നിവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. കൃഷ്ണകുമാർ, SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർമാരായ ഹസീന അഷറഫ്, KS ശോഭന, T. ലത, KM ലത, ഷൊർണൂർ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ വിഭാഗം ജീവനക്കാരും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റോഡ് 1 ഉദ്ഘാടനം 2. കഴിഞ്ഞ ദിവസം മണ്ണൂരിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 10ാം വാർഡിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനത്തിന് വാർഡ് മെമ്പറെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡ് വീണ്ടും ഉദ്ഘാടനം നടന്നത്. എന്നാൽ വാർഡ് മെമ്പറെ ക്ഷണിച്ചില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ വാർഡംഗം റജുല ടീച്ചറെ കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ശനിയാഴ്ച വാർഡംഗം റജുല ടീച്ചറുടെ നേതൃത്വത്തിൽ നാടമുറിച്ച് ഉദ്ഘാടനം നടത്തിയത്. മുസ്ലിം ലീഗ് 5ാം വാർഡംഗം VM അൻവർ സാദിഖ്, KM അബ്ദുൽ ഹക്കീം, KP മുനീർ, PM സാദിഖ് അലി, ഫാസിൽ, PS സുലൈമാൻ, CH ജബ്ബാർ, ഷബീദ മുനീർ, മുബീന സാദിഖ്, കുബുറ, PA അഫ്സത്ത് എന്നിവർ സംസാരിച്ചു. ഇങ്ങനെയുള്ളൊരു നയം തുടരുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉറപ്പിച്ചു പറയുന്നു, കാര്യം പറഞ്ഞില്ല. ഈ റോഡിന്റെ ഉദ്ഘാടനം ഞങ്ങൾ ഇന്നലെ വാർഡ് മെമ്പറെ ക്ഷണിക്കാത്തതിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതീകാത്മകമായി വാർഡ് മെമ്പറെ കൊണ്ട് തന്നെ ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടായതിനാൽ ബ്ലോക്ക് അംഗം വെള്ളിയാഴ്ച രാവിലെയും താൻ ഉച്ചയ്ക്കും റജുല മെമ്പറെ അറിയിച്ചിരുന്നെന്നും അവർ പങ്കെടുത്തിരുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത പറഞ്ഞു. ക്ഷണിച്ചിരുന്നില്ല എന്നത് നുണയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുതൂർ ഇനി മാലിന്യമുക്ത പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയയാണ് പ്രഖ്യാപനം നടത്തിയത്. ചെയർപേഴ്സൺ HI, ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, പ്രിയപ്പെട്ട പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ, നാട്ടുകാരെ, മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ പ്രക്രിയയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കടന്നു വരുന്നത്. നമുക്കറിയാം, ഏകദേശം 1-2 വർഷമായി മാലിന്യം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ആവിഷ്കരിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ ഭാഗങ്ങളിലും കഴിഞ്ഞ 2 വർഷക്കാലത്തിലധികമായി നടത്തിയ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ സുപ്രധാനമായ ഒരു ഘട്ടം ഇതോടെ ഗ്രാമപഞ്ചായത്ത് പിന്നിട്ടതായി പ്രഖ്യാപനം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ പറഞ്ഞു. സ്വന്തമായി MCF കെട്ടിടം, മുഴുവൻ വാർഡുകളിലും മിനി MCFകൾ, പ്രധാന കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ, മുന്നറിയിപ്പ് സന്ദേശ ബോർഡുകൾ, കൂടാതെ മാലിന്യ നീക്കത്തിന് സ്വന്തമായ വാഹനം അടുത്തയാഴ്ച ഗ്രാമപഞ്ചായത്തിലെത്തും. ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് കൃത്യമായി മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ നാടപ്പറമ്പ്, കരിവാൻപടി, കൊടിക്കുന്ന്, പള്ളിപ്പുറം തുടങ്ങി 4 പ്രധാന ടൗൺ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചു. ഹരിത ടൗൺ ശുചീകരിക്കുന്നതിന് വേണ്ടി 2 ശുചീകരണ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് നിയമിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സേവനം ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ സമയം ലഭ്യമാക്കി തുടങ്ങി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, അസിസ്റ്റന്റ് സെക്രട്ടറി സാബു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജയരാജ്, സെക്രട്ടറി സൈനുദ്ദീൻ, സാമൂഹിക പ്രവർത്തകരായ സലീം മുടപ്പക്കാട്, നിസാർ മാസ്റ്റർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗനവാടി വർക്കർമാർ, ടീച്ചർമാർ തുടങ്ങി നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ട്രൈബൽ മേഖലയിൽ നിന്ന് ആദ്യമായി നാടകരംഗത്തെത്തിയ അട്ടപ്പാടി സ്വദേശി കുപ്പുസ്വാമി മരുതിന്റെ പേരിൽ നാടക് ഏർപ്പെടുത്തിയ കുപ്പുസ്വാമി യങ് ആർട്ടിസ്റ്റ് പുരസ്കാരം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥിനി അർച്ചനയ്ക്ക് നൽകും. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമെന്ന് നാടക് സംസ്ഥാന സെക്രട്ടറി ജെ ശൈലജ പാലക്കാട്ടെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗോത്രവിഭാഗത്തിൽ നിന്ന് ആദ്യമായി നാടകരംഗത്തേക്ക് വന്ന കുപ്പുസ്വാമി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2024 മാർച്ച് 30-നാണ് അന്തരിച്ചത്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ PG വിദ്യാഭ്യാസം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാട്ടറിവുകളും ഗോത്രകലകളും ശേഖരിച്ച് പ്രചാരം നൽകിയിരുന്ന കുപ്പുസ്വാമി എഴുത്തിന്റെ ലോകത്തും സജീവമായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും ലഭിക്കുന്നതിനാണ് നാടക് കുപ്പുസ്വാമിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. കുപ്പുസ്വാമി പുരസ്കാരം നൽകുന്നതിനോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള കലയോടും വിദ്യാഭ്യാസത്തോടും താൽപ്പര്യമുള്ളവരുമായ വി മനു, KC അഞ്ജനപ്രിയ, L അജയകുമാർ, S വിസ്മയ, J റീജ എന്നിവർക്ക് എൻഡോമെന്റും നൽകും. കുപ്പുസ്വാമിയുടെ ചികിത്സയ്ക്കായി ശേഖരിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നാടകാവതരണം, നാടക ക്യാമ്പ് എന്നിവ സംഘടിപ്പിക്കുമെന്നും ശൈലജ പറഞ്ഞു. അർച്ചന പി എന്ന യങ് ആർട്ടിസ്റ്റിനാണ് 2024 സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് BTA പാസ്സായി ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള നാടക ആർട്ടിസ്റ്റാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മെമന്റോയുമായിരിക്കും ഈ അവാർഡ് ജേതാവിന് ലഭിക്കുക. വിദ്യാഭ്യാസ എൻഡോമെന്റുകൾ 5 ലഭിച്ചിട്ടുള്ളത്. മനു ബി, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഷോളയ, അഞ്ജനപ്രിയ KC, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അട്ടപ്പാടി, അജയ് കുമാർ L, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതൂർ, വിസ്മയ S. കുപ്പുസ്വാമിയുടെ ഭാര്യ ജയന്തി, നാടക് സംസ്ഥാന പ്രസിഡന്റ് D രഘുത്തമൻ, സ്കൂൾ ഓഫ് ഡ്രാമ പ്രതിനിധി ഡോക്ടർ MS സുരഭി, നാടക് ജില്ലാ സെക്രട്ടറി സജിത് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പനയൂർ TMUP സ്കൂളിന്റെ നേതൃത്വത്തിൽ അനങ്ങനടി, വാണിയംകുളം പഞ്ചായത്തുകളിലെ അംഗൻവാടി കുട്ടികളെ പങ്കെടുപ്പിച്ച് അംഗൻവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വാണിയംകുളം പഞ്ചായത്ത് അംഗം VT നളിനി അധ്യക്ഷത വഹിച്ചു. മാനേജർ മൊയ്തുപ്പ ഹാജി, പ്രധാന അധ്യാപിക C ഷീബ, മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് KT സെയ്തലവി ധാരമി, PTA പ്രസിഡന്റ് M സേതു, അശ്വതി, സന്തോഷ്, K ലീന എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിച്ചു.
ഒറ്റപ്പാലം. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് NRIG വർക്കേഴ്സ് യൂണിയൻ മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം C. അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നടപടികളാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ തീരുമാനിക്കുന്നത്? നമുക്കറിയാം, ഈ രണ്ട് വ്യത്യാസം എല്ലാ മേഖലയിലും കാണാം. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം ഏത് രാജ്യത്തുണ്ട്, ഏത് സംസ്ഥാനത്തുണ്ട്. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ ചേരിയാണ്, തൊഴിലാളികളുടെ, കൃഷിക്കാരന്റെ, ഇടത്തരക്കാരന്റെ എന്ന് വെച്ചാൽ ജീവിക്കാൻ വിഷമിക്കുന്നവന്റെ ചേരിയാണ് ഇടതുപക്ഷം. OM മുരളി അധ്യക്ഷത വഹിച്ചു. VC പ്രീത, TR ശശി, OV സ്വാമിനാഥൻ, V മോഹനൻ, M ഉണ്ണികൃഷ്ണൻ, P സുരേഷ് ബാബു, K സൈതലവി, ജോൺസൺ ജേക്കബ്, S അനിത, AK ജയശ്രീ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളശ്ശേരി കുണ്ടലശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രീ പ്രൈമറി ഫെസ്റ്റും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. കുണ്ടലശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മഹേഷ് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് അംഗം നന്ദിനി, വാർഡംഗം OK രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമാമുരളി, ഷാജിദ, AEO ബിന്ദു, AM അജിത്, G നാഗരാജ്, രാജഗോപാലൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് GG, ഉഷ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സുമതി സ്വാഗതവും KK സ്മിത നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല ചന്ദനപുരം CFC ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഇഫ്താർ സംഗമം മതമൈത്രിയുടെ വേറിട്ട വേദിയായി. ജാതിമത വ്യത്യാസമില്ലാതെ നിരവധി പേരാണ് സംഗമത്തിനെത്തിയത്. ജീവകാരുണ്യ പ്രവർത്തകനും ക്ഷേത്രശാന്തിയുമായ കിഷോർ സ്വാമി മങ്കര ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സംഗമങ്ങൾ മനുഷ്യസ്നേഹം ഊട്ടിയുറപ്പിക്കാൻ പ്രയോജനകരമാണെന്നും ഇത്തരം സംഗമങ്ങൾ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നുള്ളതാണ് നോക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം സദാസമയം 5 നേരം നിസ്കാരത്തിലുപരി തന്റെ കർമ്മങ്ങളിൽ പോലും ഈശ്വര സ്മരണ ഉളവാക്കുന്ന തരത്തിൽ സുക്തങ്ങളും ജപങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുവർത്തിച്ചു വരുന്ന ഒരു പ്രക്രിയയാണ് ഉപവാസം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പകൽ മുഴുവനും പട്ടിണി കിടന്നുകൊണ്ട് ജലപാനം പോലും ഉപേക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം ഈശ്വരനോട് അടുപ്പിക്കുന്ന മറ്റുള്ള ഏത് മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഈ ഒരു സൈനുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. PM യൂസഫ്, ഷംസുദ്ദീൻ മങ്കര, KM രാമചന്ദ്രൻ, ഗിരീഷ് പാലാരി, മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ മാസ്റ്റർ, CPI മണ്ണൂർ ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, N ശങ്കർ, വാസുദേവൻ, ഹംസ, ജബ്ബാർ മങ്കര, ഇസ്മയിൽ ചന്ദനപുരം, CM റഫീഖ്, ഷാജി, നൌഷാദ്, PM ഹംസ, ക്ലബ് സെക്രട്ടറി CI ഇർഫാൻ, C ഇസ്മയിൽ, CR രാഹുൽ, മോനുപ്പ ചന്ദനപുരം, ഷംസുദ്ദീൻ മാങ്കുർശി, മണികണ്ഠൻ, ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. സമൂഹ നോമ്പുതുറയിൽ 500ഓളം പേർ പങ്കെടുത്തു. പഴവർഗ്ഗങ്ങൾ, പാനീയങ്ങൾ, ബിരിയാണി എന്നിവയും ഒരുക്കിയിരുന്നു. ചവിറ്റിലത്തോടെ പള്ളി അങ്കണത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ പത്തിരിപ്പാലയിലെ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധനരായ 100 കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. 25 വർഷം മുൻപ് രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇതിനോടകം 60 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 1200 രൂപയോളം വിലയുള്ള 20 സാധനങ്ങളടങ്ങുന്ന ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. 25 വർഷം മുൻപ് നിലവിൽ വന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ഇതിനകം തന്നെ 60 ലക്ഷത്തോളം രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി കഴിഞ്ഞു. നിർധനർക്കും രോഗികൾക്കും താങ്ങും തണലുമായി മാറിയിരിക്കുകയാണ് വാട്സ്ആപ്പ് കൂട്ടായ്മ. പ്രവാസി ലോകത്തും നാട്ടിലുമുള്ള 80ഓളം പേരാണ് കൂട്ടായ്മയിൽ സജീവമായിട്ടുള്ളത്. റംസാൻ കിറ്റുകളുടെ വിതരണം ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസിയും പത്തിരിപ്പാല സ്വദേശിയുമായ മണി അരത്തൊടി ഉദ്ഘാടനം ചെയ്തു. 1500ഓളം പേരുണ്ടായിരുന്നു. ആ ലെവലിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും കൂട്ടായ്മയുടെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം എല്ലാ വർഷവും കൂട്ടായ്മയുടെ ഈ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഒരു മുടക്കം വെച്ചിട്ടില്ല.
അത് ഇൻഷാല്ലാ ഇന്നത്തെ കുറ്റകരമായി എല്ലാവർക്കും കൊടുക്കുവാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നന്നായി ചെയ്യുന്നു. വാർഡംഗം എ ശിഹാബ് അധ്യക്ഷത വഹിച്ചു. കുട്ടൻ അർച്ചന, മാധ്യമം സാദിഖ്, വീരാൻ മണ്ണൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ചെറുതുരുത്തി പൈങ്കുളം റോഡ് മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് സമാപനമായി. മാർച്ച് 31 തീയതിയാണ് 7ാം പൂജയും കൊടിയിറക്കൽ ചടങ്ങും നടക്കുക. മഞ്ഞൾ നീരാട്ട്, ഊരുചുറ്റൽ, ഉച്ചപൂജ, വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, മേളം, ഉടുക്കുപാട്ട്, പ്രത്യേക പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. ചെണ്ടമേളത്തിൽ നാദവിസ്മയം തീർത്ത് സദനം അശ്വിൻ മുരളി, കല്ലേക്കുളങ്ങര ആദർശ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക അരങ്ങേറി. മാവുവിളക്ക് പൂജ, പൊങ്കൽ പൂജ എന്നിവയും നടന്നു. ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുംഭം താഴ്ത്തിയതോടെ മാരിയമ്മ പൂജ മഹോത്സവത്തിന് സമാപനം കുറിച്ചു. 31 തിങ്കളാഴ്ച വൈകിട്ട് 3:30 7ാം പൂജയും കൊടിയിറക്കൽ ചടങ്ങും ശുദ്ധികലശവും നടക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി MC നാരായണൻകുട്ടി, ട്രഷറർ MV ശശികുമാർ, മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നഗരിപ്പുറം എടത്തൊടി കനാൽ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ബ്ലോക്ക് അംഗം PS മുത്തലി, M ഉണ്ണികൃഷ്ണൻ, PC സുമ, TR ശശി, അർജുൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരവും സമ്പത്തും കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ തന്നെ പ്രാദേശിക സർക്കാരുകളായി മാറിയത്. അപ്പോൾ പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയ്ക്ക് കിട്ടാവുന്ന ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ജനങ്ങളുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. അതിൻ്റെ ഭാഗമായി അടിസ്ഥാന വികസന ആവശ്യങ്ങളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇതുപോലെയുള്ള പശ്ചാത്തല സൗകര്യ വികസനം, റോഡിൻ്റെയും അതുപോലെ കുടിവെള്ളത്തിൻ്റെയും, നമുക്ക് വൈദ്യുതിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ മുമ്പ് തന്നെ ആ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയ്ക്ക് എത്തി. വാണിയംകുളം TRK ഹൈസ്കൂളിന്റെ പിറകുവശത്തെ മതിലിൽ നിന്ന് അണലി പാമ്പിനെയും 27 അണലി കുഞ്ഞുങ്ങളെയും വനംവകുപ്പ് പിടികൂടി. മതിലിന്റെ അടിത്തറയിലെ പൊത്തിലാണ് പാമ്പുകൾ ഉണ്ടായിരുന്നത്. മതിൽ പൊളിച്ചു നീക്കിയാണ് അണലി കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പ്രദേശവാസികൾ നടന്നു പോകുമ്പോഴാണ് ആദ്യം പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ 15ഓളം കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് കുളപ്പുള്ളിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. ഫോറസ്റ്റ് അധികൃതർ എത്തി നടത്തിയ തിരച്ചിലിൽ 27 കുഞ്ഞുങ്ങളെയും ഒരു അണലിയെയും കണ്ടെത്തി. ഇവയെ പിടികൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. JCB ഉപയോഗിച്ച് മതിൽ പൊളിച്ചാണ് തിരച്ചിൽ നടത്തിയത്. വൈകിട്ട് 6 മണിയോടെ ആരംഭിച്ച തിരച്ചിൽ രാത്രി 8:30 വരെ നീണ്ടു. കിട്ടിയിട്ടില്ലേ? ഒരെണ്ണത്തിന് കിട്ടിയത് ചെറുതാ, കിട്ടിയിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതെ അതെ, ഇവിടെ തന്നെ ആവും. അല്ലെങ്കിൽ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഓട്ട കാണാനുണ്ട്. അതെ, അത് നമ്മൾ കണ്ടതല്ലല്ലോ. വഴിയിലൂടെ യാത്ര പോകുന്ന ഒരാളാണ് ആദ്യം കണ്ടപ്പോൾ 1-2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി വന്ന് നോക്കുമ്പോഴേക്കും 10-15 പാമ്പും കുട്ടികളെ കണ്ടു. അവിടുന്ന് എല്ലാവരും കൂടി നോക്കിയപ്പോൾ പോടിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ സ്കൂളിൻ്റെ ബാക്കിലെ അസ്ഥിവാരം കെട്ടിയതിൻ്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടത്. അവിടുന്ന് ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് നമ്മൾ മതിൽ പൊളിച്ചിട്ടാണ് പാമ്പിനെയും കുട്ടികളെയും എടുത്തത്. അതിൽ 27 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്, പാമ്പിനെയും കിട്ടിയിട്ടുണ്ട്. മതിൽ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി മങ്കരയിൽ മ്ലാവുകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങിയത് പരിഭ്രാന്തി പരത്തി. നേരത്തെ കാട്ടാനക്കൂട്ടം ഇറങ്ങി തെങ്ങുകളും മറ്റും കുത്തിമറിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രദേശമാണിത്. വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയെന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത്. വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ചേപ്പലക്കോട് മലയടിവാരത്ത് ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. നേരത്തെ ഇവിടെ കാട്ടാനക്കൂട്ടം ഇറങ്ങി തെങ്ങുകളും മറ്റും കുത്തിമറിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു.
ഇതുകൊണ്ട് തന്നെ ആനകളാണ് എന്ന് കരുതി പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി. തുടർന്ന് നാട്ടുകാർ സംഘം ചേർന്ന് ബഹളം വയ്ക്കുകയും വനം വകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തു. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയതോടെയാണ് പ്രദേശത്തെത്തിയത് മ്ലാവുകളാണെന്ന് സ്ഥിരീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാറ്റൊലി. സംസ്ഥാനത്ത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 വർഷത്തിനു പകരം 3 വർഷമാക്കാൻ പോവുകയാണ്. 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 2026 മുതൽ 6 വയസ്സാക്കുന്നതിനൊപ്പമായിരിക്കും മാറ്റം. 3ാം വയസ്സിൽ തന്നെയായിരിക്കും പ്രീ പ്രൈമറി പഠനം ആരംഭിക്കുക. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാറ്റൊലിയിലേക്ക്. പഴയ സിസ്റ്റമാണ് നല്ലത്. മറ്റേത് കുട്ടികൾ SLC ആകുമ്പോഴേക്കും വയസ്സ് എത്രയും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട്. ആ പഴയ സിസ്റ്റത്തിൽ പോവുകയാണ് ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായം അതാണ്. അത് പ്രീ പ്രൈമറി മൂന്നാമത്തെ വയസ്സിലാക്കുമ്പോൾ അംഗനവാടിയുടെ പ്രാധാന്യം പോയി പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ 3 വയസ്സ് മുതൽ 4 വയസ്സ് തന്നെയാണ് ഏറ്റവും നല്ലത്. അംഗനവാടിയുടെ പ്രാധാന്യം പോയി പോകുന്നൊരവസ്ഥ വരുന്നത്. കുട്ടികൾ ആദ്യം മുതലേ അംഗനവാടിയിൽ പോകുന്നതാണ് കുറച്ചുകൂടി ഉത്തമമായ കാര്യം. 1 വർഷം അംഗനവാടി പഠിച്ചതിന് ശേഷം LKG UKG തുടരുന്നതാണ് നല്ലത് തന്നെ എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ വീണ്ടും. ആശാ വർക്കർമാർക്ക് ആശ്വാസമേകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പൊതുജന സഹകരണത്തോടെ കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ തന്റെ സംഭാവനയെന്നും മന്ത്രി. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ മന്ത്രിയുടെ പരോക്ഷ വിമർശനം. വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്നും അതിനു മുൻപുള്ള വിവാദങ്ങൾ തരികിട പരിപാടികളാണെന്നും സുരേഷ് ഗോപി. പട്ടാമ്പി പൊതുശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി പട്ടാമ്പി MLA മുഹമ്മദ് മൂസിന്റെ ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപയും പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യം. എമ്പുരാൻ സിനിമയ്ക്കെതിരെ അധിക്ഷേപം. ഗുജറാത്ത് വംശീയ കലാപത്തിന്റെ ചുവട് പിടിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സെൻസർ ബോർഡ് പരിഗണിക്കേണ്ടത് കലാമൂല്യത്തെയാണെന്നും സെൻസർ ബോർഡ് സംഘപരിവാറിന്റെ ഏജൻസിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കും വിധം നുഴഞ്ഞുകയറ്റം നടക്കുമ്പോഴും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ക്ഷേത്രങ്ങളെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ്വൽക്കരിക്കാനുമാണ് സർക്കാർ ശ്രമമെന്നും RV ബാബു. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. സ്ഥാപന ഉടമയെ കുടിൽകെട്ടി സമരം നടത്തുന്ന CITU തൊഴിലാളികൾ മർദ്ദിച്ചതായി പരാതി. കയ്യേറ്റം ചെയ്തെന്ന ആരോപണം വസ്തുതാ വിരുദ്ധമെന്നും അനധികൃതമായി ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്നും തൊഴിലാളികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.